പ്രവാചക പുത്രനായ ഇബ്രാഹിം, പ്രവാചക പുത്രിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, പ്രവാചക പുത്രിയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുമായ റുഖയ്യ ബീവി, പ്രവാചക പത്നിമാരിൽ നിന്നും ഖദീജ ബീവിയും മൈമൂന ബീവിയും ഒഴികെയുള്ള ബാക്കിയുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, പ്രവാചകരുടെ സഹാബികളായ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പ്രവാചകരുടെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, പ്രവാചകരുടെ അമ്മായി സഫിയ ബീവി റളിയല്ലാഹു അൻഹ, പ്രവാചകരെ മുലയൂട്ടിയ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ തുടങ്ങി 10,000-ഓളം വരുന്ന സഹാബികൾ ഖബറടക്കം ചെയ്യപ്പെട്ടത് ജന്നത്തുൽ ബഖീഇലാണ്. പ്രവാചകരുടെ ഏറെ പ്രസിദ്ധമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാപ്പാർക്കുന്ന ഒരു ദിവസം ആയിഷ ബീവി അറിയില്ല എന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ചെരിപ്പും വസ്ത്രവുമൊക്കെ റെഡിയാക്കി നേരെ ബഖീഇലേക്ക് പോയി. ആയിഷ ബീവിയും പിന്നാലെ ചെന്നു. ആയിഷ ബീവി അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പ്രാവശ്യം കൈ മേപ്പോട്ടുയർത്തി ദുആ ചെയ്യുന്നതാണ് കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ ആയിഷ ബീവിയും തിരിച്ച് നേരെ വന്ന് വീട്ടിൽ വന്ന് തൻ്റെ കിടപ്പറയിൽ കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിതക്കുന്ന ആയിഷ ബീവിയെ കണ്ടപ്പോൾ എന്താണ് ആയിഷ നീ ഇങ്ങനെ കിതക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി ആദ്യം മൗനം പാലിച്ചെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ആയിഷ ബീവി സംഭവങ്ങളൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് ബഖീഇൽ അടക്കപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് നിന്റെ ഉറക്കം ശല്യം ചെയ്യുന്നതിനെ ഞാൻ വെറുത്തതുകൊണ്ട് ഞാൻ ബഖീഇലേക്ക് ചെല്ലുകയും അവിടെ അടക്കം ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി മഗ്ഫിറത്തിനെ തേടുകയും ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു. ബഖീഉൽ ഖർഖദിൽ അടക്കം ചെയ്യപ്പെട്ടവരുടെ അടക്കം ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തിയ നിരവധി സംഭവങ്ങൾ കാണാൻ കഴിയും.